ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് PGN അതിൽ ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വീനസ് സിസ്റ്റമാണ് അല്ലേ. വീനസ് സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം. സോ ദ സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടുവേർഡ്സ് ദ ഹാർട്ട്. അപ്പം ആ ഒരു ബ്ലഡ് വെസലിൻ്റെ സിസ്റ്റത്തിനെയാണ് നമ്മൾ venous system എന്ന് പറയുന്നത്. So this is the part 4 of the circulatory system. So the last session of circulatory system. So first venous system എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഈസിയർ ദാൻ ആർട്ടീരിയൽ സിസ്റ്റം. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ബ്രാഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കമ്പാരിറ്റീവ്ലി ഈസിയാണ് വീനസ് സിസ്റ്റം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം വീനസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് ഇതിൽ സംഭവം 4 സെഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ 2 സെഷനേ കണ്ടുള്ളൂ അല്ലേ. പൾമനറി, അയോട്ടിയും അതുപോലെ തന്നെ അയോട്ടിക് ആർച്ചും മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, 4 ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇതാണ് കമ്പാരിറ്റീവ്ലി ഈസിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീനസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ഓഫ് മെയിൻ 4 ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ സിസ്റ്റം. ഫസ്റ്റ് എന്ന് പറയുന്നത് കാവൽ വെയിൻസ് ആണ്. കാവൽ വെയിൻസ് ഞാൻ പറഞ്ഞു, പ്രീ കാവൽസ്, പോസ്റ്റ് കാവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്ത സംഗതിയാണ്. ഓക്കെ, അപ്പം പൾമനറി വെയിൻസ് ആണ് അടുത്തത്. That is the only vein which carries the oxygenated blood. Then hepatic portal system and the renal portal system is there. Portal system എന്ന് പറയുന്നത് ഹാർട്ടിലെത്താതെ നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും 2 പാർട്ടുകൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ ബ്ലഡ്. അതിനെയാണ് നമ്മൾ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, ഹാർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ബ്ലഡ് ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡ് വെസൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പം ഈ 4 പാർട്ടാണ് വീനസ് സിസ്റ്റത്തിനുള്ളത്. ഏതൊക്കെയാണ്? കാവൽ വെയിൻസ്, പൾമനറി വെയിൻ, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആൻഡ് റീനൽ പോർട്ടൽ സിസ്റ്റം. നൗ കമ്മിങ് ടു ദി കാവൽ വെയിൻസ്. കാവൽ വെയിൻസ് എന്താണ്? the one which carries blood from deoxygenated blood from different part of the body into the heart ആണ്. നമ്മൾ റൈറ്റ് ഓറിക്കിൾ പറഞ്ഞപ്പോൾ അവിടെ 3 അല്ലേ ബ്ലഡ് വെസൽസ് ആണ് ബ്ലഡ് റൈറ്റ് ഓറിക്കിളിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഹാർട്ടിൻ്റെ ഫിഗറിൽ ഏതൊക്കെയായിരുന്നു ആ 3 ബ്ലഡ് വെസൽസ് വിച്ച് ഈസ് ക്യാരിയിങ് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ഇൻ ടു ദ റൈറ്റ് ഓറിക്കിൾ? ഒന്ന് ഓർമ്മയിൽ വെച്ച് നോക്കിയേ. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് കുറച്ച് പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. സ്റ്റിൽ നമ്മൾ ഓർക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. ഒന്ന് നമുക്കറിയാം, പ്രീ കാവൽസ് 2 ഉണ്ട് അല്ലേ. പ്രീ കാവൽസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളെയാണ് നമ്മൾ പ്രീ കാവൽസ് എന്ന് വിളിച്ചത്. നൗ പോസ്റ്റ് കാവൽസ് ഉണ്ട് അല്ലേ, ഒരു പോസ്റ്റ് കാവൽസ്. അങ്ങനെ 3 ബ്ലഡ് വെസൽസ് ആയിരുന്നു ആ ഓറിക്കിളിലേക്ക് നമ്മൾ ബ്ലഡ് സപ്ലൈ ചെയ്തത്, റൈറ്റ് ഓറിക്കിളിലേക്ക്. അപ്പം കാവൽ വെയിൻസ് എന്ന് പറയുന്നത് they are carrying venous blood, that means deoxygenated blood or carbon dioxide rich blood, to the right auricle of the heart through 3 large caval veins, 2 precavals. Precavals എന്ന് പറയുന്നത് there is right and left precavals. Anterior vena cava, anterior part of the body ആണ് ഞാൻ പറഞ്ഞു. Single post caval, that is from the posterior vena cava, that collects blood from the posterior part of the body. Okay, now coming to the pulmonary veins. Pulmonary veins എന്ന് പറയുന്നത് നമുക്കറിയാം, it's a part of the pulmonary circulation where the pulmonary artery supplies blood to the capillaries of air sacs, and from there oxygen carbon dioxide exchange takes place, and this oxygenated blood will be supplying back to the left auricle by the vein called the pulmonary vein. So systemic circulation പാർട്ടാണ് പ്രീ കാവൽ, പോസ്റ്റ് കാവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാവൽ വെയിൻസ് എന്ന് പറയുന്നത്. അതേസമയം പൾമനറി സർക്കുലേഷൻ്റെ പാർട്ടാണ് പൾമനറി വെയിൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആസ് യു നോ, ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ സംഗതിയാണ്. Now coming to the portal system. The first one is the hepatic portal system. നമ്മുടെ കേസിൽ മൂന്നാമതൊരു പോർട്ടൽ സിസ്റ്റവും കൂടെ ഉണ്ട്, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയും, ബ്രെയിനിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിലും 2 പോർട്ടൽ സിസ്റ്റമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും അതുപോലെ തന്നെ റീനൽ പോർട്ടൽ സിസ്റ്റമാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളെ ഇൻഡസ്ട്രിയൽ പാർട്ടിനെയും ലിവറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽ സിസ്റ്റമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഹാർട്ടിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും 2 റീജിയൻസ് ത്രൂ ബ്ലഡ് ഇന്റർ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ
ലിവറും അതുപോലെ തന്നെ alimentary canal അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ടുള്ള കണക്ഷനാണ്. സോ blood from various organs of digestive system reaches the liver by hepatic portal vein, which is formed by the union of gastroduodenal, anterior mesenteric, posterior mesenteric and coccygeomesenteric veins. അപ്പം hepatic portal vein എന്ന് പറയുന്നത് it's actually formed by the union of these veins. Okay, ഏതൊക്കെയാണ്? Gastroduodenal, anterior mesenteric, posterior mesenteric, coccygeomesenteric veins. ഓക്കെ, ഇതിൽ ഓരോന്നും നമുക്ക് ഇവിടെ ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാലോ മനസ്സിലാവും. ഓക്കെ, സോ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ് ഇത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ സിംഗിൾ ഹെപ്പാറ്റിക് വെയിൻസ് ആയിട്ട് ഇത് മാറും. ഈ ഹെപ്പാറ്റിക് വെയിൻ എങ്ങോട്ടാണ് പോകുന്നത്? ദാറ്റ് ഈസ് ആക്ച്വലി കണക്റ്റിംഗ് ടു ദി പോസ്റ്റ് കാവൽ വെയിൻ. So after collecting blood from rectum, ileum, duodenum and gizzard, it divides into two branches, one entering each liver lobe, into which they form capillary networks. And then after reaching, this will be again leaving the liver. Okay, the blood filters through the liver where it conveyed to post-caval vein through hepatic veins. Clear ആണല്ലോ. അപ്പോൾ ഹെപ്പാറ്റിക് വെയിൻസ് രണ്ട് പാർട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒന്ന്, ഇവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന പാർട്ട്, അത് ലിവറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കാപ്പിലറീസ് ഉണ്ടാവുന്നു. അവിടുന്ന് പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആ കാപ്പിലറീസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് വീണ്ടും ഹെപ്പാറ്റിക് വെയിൻ ആയിട്ട് തന്നെ ഫോം ചെയ്യുന്നു. ഈ ഹെപ്പാറ്റിക് വെയിൻ എന്ത് ചെയ്യുന്നു? ദാറ്റ് വിൽ ബി ജോയിനിങ് ദി പോസ്റ്റ് കാവൽ വെയിൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ലിവർ ലോബ്, ഓരോ ലിവർ ലോബിൽ നിന്നും ഓരോ ഹെപ്പാറ്റിക് വെയിൻസ് ഒറിജിനേറ്റ് ചെയ്യും. ഓരോ ലിവർ ലോബിലേക്കും ഹെപ്പാറ്റിക് വെയിൻസ് ജോയിൻ ചെയ്ത് ബ്ലഡ് സപ്ലൈ ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പം ഓർമ്മിക്കേണ്ടതാണ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ലിവറിനെയും തമ്മിൽ ത്രൂ ബ്ലഡ് കണക്ട് ചെയ്യുന്നതാണ് വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഹാർട്ട്. ഓക്കെ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, ഓക്കെ, അതുവഴിയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഫോം ചെയ്തേക്കുന്നത് എന്താണ്? ഗ്യാസ്ട്രോഡിയോഡിനൽ വെയിന്, ആൻറ്റീരിയർ മീസെൻട്രിക്, പോസ്റ്റീരിയർ മീസെൻട്രിക്, കോക്സിജിയോ മീസെൻട്രിക് വെയിൻസ്. ഈ നാലെണ്ണം കൂടെ നാലെണ്ണം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഉണ്ടാവുന്നത്. ഈ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നു. ദെൻ ദ ബ്രാഞ്ചസ് വിൽ ബി എൻറ്ററിങ് ഇൻ ടു ഈച്ച് ലോബ് ഓഫ് ദ ലിവർ. അത് കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. കാപ്പിലറീസിൽ നിന്ന് വീണ്ടും ജോയിൻ ചെയ്ത് അഗെയിൻ വെയിൻ ആയിട്ട് മാറുന്നു. ഈ വെയിന് പുറത്തേക്ക് വരുന്നത് ഹെപ്പാറ്റിക് വെയിൻ ആയിട്ടാണ് ഒരു ലോബിൽ നിന്നും. ദെൻ ഇറ്റ് വിൽ ബി ജോയിനിങ് ടുഗദർ വിത്ത് പ്രീ കാവൽ വെയിൻസ്, സോറി പോസ്റ്റ് കാവൽ വെയിൻസ് അല്ലെ, പോസ്റ്റ് കാവൽ വെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു. നോട്ട് പ്രീ കാവൽ ആൻറ്റീരിയർ പാർട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹെപ്പാറ്റിക് വെയിന്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവുക. ദാറ്റ്സ് അബൌട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പോൾ എന്തൊക്കെയാ പേരുകൾ ഓർക്കണം? ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ്. ഗ്യാസ്ട്രോഡിയോഡിനൽ, ആൻറ്റീരിയർ മീസെൻട്രിക്, പോസ്റ്റീരിയർ മീസെൻട്രിക്, കോക്സിജിയോ മീസെൻട്രിക്. ഓക്കെ, ഇവർ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനായിട്ട് ഒരു വെയിനായിട്ട് ഫോം ചെയ്യുന്നു. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് ലിവർ ലോബിലേക്കും പോകുന്നു. കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ്ചേഞ്ചുകൾ നടക്കുന്നു. അതായത് എന്തെങ്കിലും പോയിസണസ് മെറ്റീരിയലോ പ്യൂരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ലിവറിൽ വെച്ച് നടക്കുന്നു. ലിവറിൽ നിന്ന് ഓരോ ലോബിൽ നിന്നും ഓരോ ഹെപ്പാറ്റിക് വെയിന് പുറത്തേക്ക് വരുന്നു. എങ്ങനെയാണ് ഹെപ്പാറ്റിക് വെയിൻ ഉണ്ടായിരിക്കുന്നത്? ഈ കാപ്പിലറീസ് ജോയിൻ ചെയ്തിട്ടാണ്. ആൻഡ് ദെൻ ദിസ് ഹെപ്പാറ്റിക് വെയിൻ വിൽ ബി ജോയിനിങ് വിത്ത് പോസ്റ്റ് കാവൽ വെയിൻ. അതിനെയാണ് നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഹാർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടിൽ നിന്നും ലിവർ അതിലേക്ക് പോയി. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ രണ്ട് ഓർഗാൻസുകളെ തമ്മിൽ കണക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നൗ കമ്മിങ് ടു ദി റീനൽ പോർട്ടൽ സിസ്റ്റം. റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ കേസിൽ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു റീനൽ സിസ്റ്റമാണ്. ഓക്കെ, നൗ ദ റീനൽ പോർട്ടൽ വെയിൻസ് do not break into capillaries in the kidneys but send off only few small branches. Then blood from posterior region of the body reaches directly to the heart
and not through renal capillaries as in frog and lizard. റീനൽ പോർട്ടൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു ബേർഡ്സിൻ്റെ കേസിൽ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പം നമ്മളെ കേസ് എടുക്കുകയാണെങ്കിൽ റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെ കിഡ്നീനെ സെഷൻസ് എടുത്ത് നോക്കി നെഫ്രോണിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെഫ്രോണിൻ്റെ ഉള്ളിൽ അല്ലേ ഗ്ലോമറുലസ് ഉണ്ട്, ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലായിട്ട് അല്ലേ, അഫറൻറ്റ് റീനൽ വെയിന്, ഇഫറൻറ്റ് വെയിന്, അഫറൻറ്റ് ആർട്ടറി, ഇഫറൻറ്റ് ആർട്ടറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതിനാണ് റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് നമ്മുടെ കേസിൽ പറയാം. അപ്പം ഇതിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല. പോസ്റ്റീരിയർ പാർട്ട് നേരിട്ട് ഹാർട്ടിലേക്ക് പോവാണ്, അധികം ബ്രാഞ്ചസ് റീനൽ സിസ്റ്റത്തിലേക്ക് പോകുന്നില്ല. ദ റീനൽ പോർട്ടൽ വെയിൻ ഡുഡ് നോട്ട് ബ്രേക്ക് ഇൻ ടു കാപ്പിലറീസ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോസ്റ്റീരിയർ പാർട്ട് നേരിട്ട് തന്നെ ഹാർട്ടിലേക്ക് പോവുകയാണ്. അപ്പം കിഡ്നീൻ്റെ അകത്ത് തന്നെയുള്ള സർക്കുലേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ വീനസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ വീനസ് സിസ്റ്റത്തിൽ നമ്മൾ 4 കണ്ടന്റാണ് പഠിച്ചത്. 1 സിസ്റ്റമിക് സർക്കുലേഷൻ്റെ പാർട്ടായിട്ടുള്ള കാവൽ വെയിൻസ്, 2 പൾമനറി സർക്കുലേഷൻ്റെ പാർട്ടായിട്ടുള്ള പൾമനറി വെയിന്, 3 ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, 4 റീനൽ പോർട്ടൽ സിസ്റ്റം. ഓക്കെ, റീനൽ പോർട്ടൽ സിസ്റ്റം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇല്ല കാരണം അതിൽ റെഡ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പം ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 5 മാർക്കിന് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വീനസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് അതിനെ കാണിച്ച് ഡയഗ്രാം വരക്കണം. കംപ്ലീറ്റ് ബ്ലഡ് വെസൽസ് വീനസ് സിസ്റ്റത്തിൻ്റെ വെയിൻസ് കംപ്ലീറ്റ് ആയിട്ട് വരക്കണ്ട, മറിച്ച് പ്രീകാവൽ വെയിൻസിലേക്ക് ഹെപ്പാറ്റിക് വെയിൻ ജോയിൻ ചെയ്യുന്നത്, 2 ഹെപ്പാറ്റിക് വെയിൻ ജോയിൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ ലിവറിനെ കാണിക്കുക, ലിവറിനെ കാണിച്ചിട്ട് ലിവറിന് മുമ്പേ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഫോം ചെയ്യുന്നതും കാണിക്കുക. ഓക്കെ, ഇപ്പം അങ്ങനെ വരച്ചാൽ മതി, അല്ലാതെ ബാക്കിയെല്ലാം വേണം. അപ്പം ഏത് റീജിയനെ വേണ്ടുള്ളൂ? നമുക്ക് ഈ പോർഷൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, ഈ പോർഷൻസ് മാത്രം വരച്ചാൽ മതി നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഓർമ്മിക്കണേ, ഈ പോർഷൻസ് മാത്രം ഇത് മാർക്ക് ചെയ്യണേ, നിങ്ങളുടെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണം. ഇത് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം, ഈ പോർഷൻസിൻ്റെ ഡയഗ്രാമാണ് വരക്കേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇത് ഹാർട്ടിനെ വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പോസ്റ്റ് ഗ്യാബൽ വെയിനിലേക്ക് ജോയിൻ ചെയ്യുന്നത് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ലിവർ ഒന്ന് വരക്കുക. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഗ്യാപ്പിൽ ഒരു ലിവറിനൊന്ന് മാർക്ക് ചെയ്താൽ മതി, 2 ലോബുള്ള ലിവർ, അത്രേ വേണ്ടു. So that's about venous system, and here we complete the circulatory system. So circulatory system ഇതോടുകൂടി പൂർത്തിയാവുകയാണ്. We have to learn. നിങ്ങൾക്ക് 2 ദിവസമുണ്ട് ഇത് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡ് ഡേ ഈവനിങ് 5 PM മാത്രം നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ 2 ദിവസമുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.